നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യൂദ ആര് തിരഞ്ഞെടുത്തതാ? യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുത്തതാണ്, അല്ലേ? മർക്കോസിന് സുവിശേഷം 3-13 വാക്യം പറയുന്നുണ്ട്, അവൻ മലമേൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. ഇല്ലേ? ഞാനിപ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നറിയോ, അത് ഇസ്കരിയോത്തെ യൂദയുടെ കാര്യമല്ലേ, എൻ്റെ കാര്യമല്ലല്ലോ. നമ്മളൊക്കെ എങ്ങനെ ചിന്തിക്കും? അത് ഇസ്കരിയോത്തിന്റെ കാര്യമല്ലേ, അത് പത്രോസിയുടെ കാര്യമല്ലേ? അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്വർഗീയമായ ഒരു തിരഞ്ഞെടുപ്പാണ് യേശുപുരാൻ നടത്തിയത്. പക്ഷേ അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പൊ യൂദയെ തിരഞ്ഞെടുക്കുമ്പോ അതൊരു തെറ്റായ തീരുമാനമായി പോയോ എന്ന് സ്വാഭാവികമായും നമ്മളൊക്കെ ചിന്തിക്കും. കാരണം എന്താണ്? അവൻ യേശുപുരാനെ ഒറ്റിക്കൊടുത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് കൂടി പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ യേശുതമ്പുരാന്റെ തിരഞ്ഞെടുപ്പിന് യാതൊരു ദോഷവുമില്ല. എന്നാൽ യൂദാസ്കറിയാത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് തെറ്റെന്ന് പറയുന്നു. നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്ക്, നമുക്കെല്ലാവർക്കും ലഭിക്കപ്പെട്ടൊരു അധികാരമുണ്ട്, സ്വയം തീരുമാനമെടുക്കാനുള്ള അധികാരം. ഇത് നമുക്കെല്ലാവരും നിന്ന് ഫ്രീ ചോയ്സ് എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയാം ഫ്രീ ചോയ്സ്. നമുക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അപ്പോൾ ഈ ഫ്രീ ചോയ്സ് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പാണ് ശരിക്കും ആദമിനെയും ഹവ്വയെയും പാപത്തിലേക്ക് നയിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലേ? ഇവിടെ നമ്മൾ കാണുന്നത് തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ആരെങ്കിലും, അല്ല ഞാൻ തന്നെ ആയിക്കോട്ടെ, ഞാനിങ്ങനെ ഒരു വാഹനം ഓടിച്ചു പോവുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ റോങ് സൈഡിലെ വണ്ടി ഓടിക്കും, എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും വേറൊരു വണ്ടി വന്നിടിച്ച് അപകടങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ യേശുതമ്പുരാന്റെ തിരഞ്ഞെടുപ്പിന് യാതൊരു ദോഷവുമില്ല. എന്നാൽ യൂദാസ്കറിയാത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് തെറ്റെന്ന് പറയുന്നു. ഹല്ലേലൂയ. തിരഞ്ഞെടുക്കപ്പെട്ടവൻ എങ്ങനെയാകണമെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവൻ തീരുമാനിക്കണം. നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമാണല്ലോ, അതായത് ഇസ്കറിയോത്തെ യൂദാനെ ദൈവം ഒരു വലിയ കാര്യം കൂടി ഏൽപ്പിച്ചിരുന്നു. എന്താ? പുള്ളി യേശുതമ്പുരാന്റെ മന്ത്രിസഭയിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, യേശുതമ്പുരാനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് യോഹന്നാനെ അല്ല, മറിച്ച് ഇസ്കറിയോത്തെ യൂദയെ തന്നെയാണ്. എന്തെന്നറിയാമോ? അതുകൊണ്ടാണല്ലോ, വിശ്വസിച്ചത് കൊണ്ടാണല്ലോ ഈ പണം അവനെ ഏൽപ്പിച്ചത്, ഇല്ലേ? പണം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനെ അത്രമാത്രം യേശുതമ്പുരാൻ വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സംഭവം നടക്കുമ്പോൾ ഒരു സൂചന കൂടി നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. യേശുതമ്പുരാന്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ 2 പേര് യേശുവിനെ ഒരാൾ ഒറ്റുകൊടുക്കുകയും ഒരാൾ തള്ളിപ്പറയുകയും ചെയ്തു. ബാക്കി 10 പേരെ കുറിച്ച് വലിയ സൂചനകളൊന്നും നമ്മൾ കാണുന്നില്ല. പത്രോസ്ലീഹ യേശുവിനെ തള്ളിപ്പറഞ്ഞു, യൂദാസ്ലീഹ യേശുവിനെ ഒറ്റിക്കൊടുത്തു. ഈ നോക്ക്, യേശുതമ്പുരാൻ പിടിക്കപ്പെട്ടു. അപ്പോൾ പത്രോസ്ലീഹ ദൂരെ മാറി നിന്ന് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യേശുതമ്പുരാൻ ഒരു കാര്യം നേരത്തെ മുൻകൂട്ടി പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാ പറഞ്ഞത്? 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ഇത് പത്രോസിന്റെ മനസ്സിൽ ഇതുണ്ട്, പക്ഷേ ഒരു നിമിഷം പത്രോസ്ലീഹ ഇത് മറന്നുപോയി. ഞാനൊന്ന് വ്യാഖ്യാനിക്കുന്നില്ല. പത്രോസ്ലീഹ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയും. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്, ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 61-ാമത്തെ വാക്യം പറയാണ്, യേശു തിരിഞ്ഞു കീപ്പായ സൂക്ഷിച്ചു നോക്കി. കർത്താവ് അവനോട് പറഞ്ഞ ആ കാര്യം അവൻ ഓർത്തു. ശമോൻ പുറത്തിറങ്ങിപ്പോയി അതിവേദനയോടെ കരഞ്ഞു. അതിവേദനയോടെ കരഞ്ഞു. ഒരു മാനസാന്തരം പത്രോസിന്റെ ജീവിതത്തിൽ അവിടെ വെച്ച് സംഭവിക്കുക. ഇതുവരെയും യേശുതമ്പുരാൻ പറഞ്ഞ വചനങ്ങളൊന്നും വ്യക്തിപരമായി അവനെ സ്വാധീനിച്ചിട്ടില്ല. ഇതാണ് സത്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയാണ്. ഈ ധ്യാന കേന്ദ്രത്തിൽ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ നമ്മൾ ഒരുപാട് വേദവാക്യങ്ങളും ഒരുപാട് പ്രസംഗങ്ങളും, പക്ഷേ വ്യക്തിപരമായി നമ്മളെ ഈ വചനങ്ങളൊന്നും സ്വാധീനിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് എന്നാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. നമ്മളൊക്കെ എങ്ങനെ ചിന്തിക്കും? അത് ഇസ്കറിയോത്തിന്റെ കാര്യമല്ലേ, അത് പത്രോസ്ലീഹയുടെ കാര്യമല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇസ്കറിയോത്തിന്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ പത്രോസ്ലീഹയുടെ കാര്യമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് നമ്മുടെ കാര്യങ്ങളാണ്. ഓരോ വചനങ്ങളും സംസാരിക്കുന്നത് നമ്മളോടാണ്. ഓരോ വചനങ്ങളും പറയുന്നത് നമ്മളെക്കുറിച്ചാണ്. നമ്മൾ ചില ആളുകളെ എടുത്തുകൊണ്ട് ഉദാഹരണങ്ങളായി നമ്മൾ എടുക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ വചനങ്ങളും അത് നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വചനം, അതായത് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പത്രോസ്ലീഹയുടെ യേശുതമ്പുരാൻ പറഞ്ഞ വചനം, അത് വ്യക്തിപരമായി പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അതുവരെയും പറഞ്ഞ പ്രസംഗങ്ങൾ അവർക്ക് മനസ്സിലായില്ല. ആർക്കും മനസ്സിലായി, അപ്പോസ്തലന്മാർക്ക് ആർക്കും മനസ്സിലായില്ല. അവർ കേട്ടു, ആളുകളെ പോലെ മടങ്ങിപ്പോകുന്നു.
ചിലപ്പോഴൊക്കെ സാക്ഷ്യം പറയാറുണ്ട് ഇല്ലേ? പത്രോസ് പറഞ്ഞു നീതിയുള്ള ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തുവാണ് എന്നൊക്കെ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിലും തൊട്ട് ചേർന്ന് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഇല്ലേ? എന്താ പറയുന്നത്? നിനക്കത് സംഭവിക്കരുത്. അപ്പൊ യേശു വിളിക്കുകയാണ്, സാത്താനെ നീ എൻ്റെ പിന്നിൽ പോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില വാക്യങ്ങളൊന്നും ഉള്ളിൽ തട്ടുന്നില്ല അപ്പോസ്തലന്മാരുടെ. പക്ഷേ പത്രോസിന്റെ ഉള്ളിൽ ഈ വചനം ആഴ്ന്നിറങ്ങി. ഒറ്റ നോട്ടം യേശു ഒന്നേ നോക്കിയുള്ളൂ അല്ലേ? അവനെ സൂക്ഷിച്ചു നോക്കി. പത്രോസിക പുറത്തുപോയി അതിവേദനയോടെ കരഞ്ഞു. എന്നിട്ട് അവന്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം സംഭവിച്ചു. ഇനി വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ് ഇസ്കറിയോത്തിന്റെ ചരിത്രത്തിലേക്ക്. എന്താ ഇസ്കറിയോത്തിനെ കുറിച്ച് പറയുന്നത്? ഞാൻ ആർക്കാണോ അപ്പം മുക്കിക്കൊടുക്കുന്നത് അവൻ എന്നെ ഒറ്റിക്കൊടുക്കും. നോക്ക്, അപ്പം സ്വീകരിച്ച യഹൂദ ഇസ്കറിയാത്ത അപ്പോൾ തന്നെ അവൻ പുറത്തേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടി പോകുന്നത്? ഗുരുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള പുറപ്പാടാണ്. വ്യക്തമായിട്ടും വേദോസ്തം പഠിപ്പിക്കുക. അപ്പോൾ സമയം രാത്രിയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്കറിയോത്ത യൂദ എങ്ങോട്ടാ പോകുന്നത്? അന്ധകാരത്തിലേക്കാണ്, ഇരുട്ടിലേക്കുള്ള യാത്രയാണ്. അവൻ എവിടെയായിരുന്നു? അവൻ പ്രകാശത്തിലായിരുന്നു. ആരാ പ്രകാശം? യേശു ക്രിസ്തുവാകുന്ന പ്രകാശത്തിലായിരുന്നു ഇസ്കറിയോത്തയോ. ഈ സമയം വരെയും ഏതാണ്? ഈ അന്ത്യത്താഴ സമയത്ത് അപ്പമെടുത്ത് യേശു തമ്പുരാൻ യൂദാക്കി കൊടുക്കുന്ന ആ സമയം വരെയും ഈ ഇസ്കറിയോത്ത യൂദ പ്രകാശത്തിലായിരുന്നു. ആരാ പ്രകാശം? യേശു ക്രിസ്തുവാകുന്ന പ്രകാശത്തിലായിരുന്നു ഇസ്കറിയോത്തയോ. അതാ യോഹന്നാൻ പറഞ്ഞു വെച്ചത്. ശിക്ഷാവധി എന്നതോ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തേക്കാളധികം അന്ധകാരത്തെ സ്നേഹിച്ചു ഇസ്കറിയോത്ത യൂദ. പ്രകാശത്തെ ഉപേക്ഷിച്ചു. ഞാനൊരു സൂചന കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, പത്രോസ് ശ്ലീഹ യേശുവിനെ നോക്കി അതിവേദനയോടെ കരഞ്ഞു. കാരണം പത്രോസിന്റെ അടുക്കൽ അല്പം ദൂരമല്ലാത്ത സ്ഥലത്ത് യേശു തമ്പുരാൻ ഉണ്ടായിരുന്നു. ഇസ്കറിയോത്ത യൂദയിൽ നിന്ന് എത്രയോ അകലമായിരുന്നു യേശു തമ്പുരാൻ. അവർ ഇരുട്ടത്തേക്ക് ഓടി എല്ലാത്തിനും പുറത്തേക്ക് പോവാണ്. ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, പ്രകാശമില്ലാത്ത സ്ഥലത്തേക്ക്. അതുകൊണ്ട് ഒരിക്കലും ഇസ്കറിയോത്ത യൂദയ്ക്ക് യേശുവിൻ്റെ അടുക്കൽ വരാനായിട്ട് സാധിക്കില്ല. ഞാനൊരു സൂചന കൂടി പറയാം. നിക്കോദിമോസിനെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ തന്നെ പറയുന്നു 3-ാം അധ്യായത്തിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം. നിക്കോദിമോസ് എപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്? എപ്പോഴാണ് വരുന്നത്? രാത്രിയിൽ നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. നോക്ക്, അവൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരികയാണ്. യേശുതമ്പുരാന്റെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു നിക്കോദിമോസ്. ഒടുവിൽ നോക്ക്, യേശു തമ്പുരാന്റെ ശരീരം സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്ന അരിമത്തേക്കാരൻ യോസേപ്പിനോട് ചേർന്ന് പോകുന്ന ഒരാളാണ് നിക്കോദിമോസ്. രണ്ടുപേരും ചേർന്നാണ് കുരിശിൽ യേശുവിനെ ഇറക്കുന്നത്. അതിന് കാരണം എന്താണ്? ഒരിക്കൽ രാത്രിയിൽ ഇരുട്ടത്ത് നിന്ന് പ്രകാശത്തിന്റെ അടുക്കിലേക്ക് വന്ന നിക്കോദിമോസിന് മനസ്സിലായി, ഇവനാണ് യഥാർത്ഥ പ്രകാശം. കർത്താവായ യേശു ക്രിസ്തുവാണ് യഥാർത്ഥ പ്രകാശം. ഇനി വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ്. ഒറ്റിക്കൊടുത്ത യഹൂദ അപ്പോൾ യേശു ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ അവന് പശ്ചാത്താപം ഉണ്ടായിട്ട് അവൻ പോയി പ്രധാനമായ അടുക്കലേക്ക് പോയി. നോക്ക്, യഹൂദ ഇസ്കറിയോത്തായ്ക്കും പശ്ചാത്താപമുണ്ടായി. എന്നിട്ട് അവൻ യേശുവിന്റെ അടുക്കലേക്ക് അല്ല ഓടിയത്. ആർക്കാണോ ഒറ്റ കൊടുത്തത് അവരുടെ അടുക്കലേക്ക് ഓടിയത്. മറിച്ച് യൂദാസ്കറിയോത്ത എനിക്ക് തെറ്റുപറ്റിപ്പോ എൻ്റെ കർത്താവിനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നിരുന്നെങ്കിൽ, നമ്മൾ ചിന്തിക്കണം, ഓടി വന്നിരുന്നെങ്കിൽ യേശു തമ്പുരാൻ തീർച്ചയായിട്ടും അവനോട് ക്ഷമിച്ചേനെ. ഇത് സത്യമായ കാര്യമാണ്. മനുഷ്യപുത്രനെതിരായി പറയുന്ന ഏത് ദൂഷണവും ക്ഷമിക്കപ്പെടും. മറിച്ച് യൂദാസ്കറിയോത്ത ചെയ്ത കാര്യം എന്താണെന്നറിയോ? അവൻ താൻ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്, തമ്പുരാനെ തൻ്റെ ഗുരുവിന് ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്, അവരുടെ അടുക്കലേക്ക് ഓടി. എന്നിട്ട് ഇദ്ദേഹം ചെയ്ത പണി എന്താണ്? ഇവൻ പോയി കെട്ട് ഞാണ് ചത്തു. യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് ഇവൻ വന്നിരുന്നെങ്കിൽ ഇവൻ മരിക്കേണ്ടി വരില്ലായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഇത് പറഞ്ഞു വെച്ചുള്ളൂ. നോക്ക്, ഇസ്കറിയോത്തയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ. അതുകൊണ്ട് ഇസ്കറിയോത്തയ്ക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ സാധിച്ചില്ല. അവൻ്റെ സ്ഥാനം ഇല്ലേ, അപ്പോസ്തലന്മാരുടെ കാലം വന്നു കഴിയുമ്പോൾ മത്യാസിന് ലഭിക്കപ്പെടുകയാണ്. നോക്ക്, 12 സിംഹാസനങ്ങളിൽ നിന്ന് 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കേണ്ട അപ്പോസ്തലന്മാരിൽ പെട്ടവൻ പുറത്തേക്ക് പോകുന്നു. എല്ലാത്തിനും പുറത്തേക്ക് പോവാണ്, എല്ലാത്തിനും. നമ്മളങ്ങനെ ആകരുത്. നമ്മളൊക്കെ യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരാ അല്ലേ? ആണോ? നമ്മളൊക്കെ യേശുക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്.
അതുകൊണ്ട് നമ്മളൊരിക്കലും ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശുവിനെ വഞ്ചിക്കരുത്, യേശുവിനെ ഒറ്റിക്കൊടുക്കരുത്. ഇസ്കര്യാ യൂദായ്ക്ക് പറ്റിയതുപോലെ തന്നെ സംഭവിക്കും.